ഉമ്മൻചാണ്ടിയുടെ വില കളയുവാൻ അടുത്ത പണിയുമായി ഇതാ ചാണ്ടിയുമ്മൻ. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഈ വരുന്ന ജൂലൈ 18-ന് 2 വർഷം തികയുവാൻ പോവുകയാണ്. രാഷ്ട്രീയ മണ്ഡലത്തിലെ നിറസാന്നിധ്യമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ആ വേർപാട് സൃഷ്ടിച്ച ശൂന്യത ഇന്നും ആർക്കും നികത്തുവാൻ പറ്റിയിട്ടില്ല എന്ന് പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല. കസേരമോഹികളായ അദ്ദേഹത്തിനൊപ്പം നിന്ന ചില നേതാക്കന്മാരുടെ ചെയ്തികൾ ഉമ്മൻചാണ്ടിയെ അവസാന ടൈമിൽ വളരെയേറെ വേദനിപ്പിക്കുകയും അവസാനം അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെ തന്നെ തകർക്കുകയും ചെയ്തു. എന്തിന്? അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷം വരെയും വിവാദങ്ങളും ആരോപണങ്ങളും കൊണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വേട്ടയാടുകയും ചെയ്തു. എന്നാൽ ഒടുവിൽ ഉമ്മൻചാണ്ടി നീതിമാനായിരുന്നു എന്ന സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് കേരളക്കര ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു യാത്രയയപ്പ് കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയത്. മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മനെ പുതുപ്പള്ളിക്കാർ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയും സംഘം ചേർന്ന് ഒരു ഘട്ടത്തിൽ എല്ലാവരും വേട്ടയാടിയപ്പോൾ ITV ന്യൂസ് ആ കുടുംബത്തോടൊപ്പം നിന്നു. എന്നാൽ വളരെയേറെ പ്രതീക്ഷയോടെ ജയിപ്പിച്ച ചാണ്ടിയുമ്മന്റെ ചില സമയത്തെ വട്ടുകളികൾ ഉമ്മൻചാണ്ടിയെ ഇഷ്ടപ്പെടുന്നവരെ വല്ലാതെ വേദനിപ്പിച്ചു. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ പിണറായി വിജയനെ അനുസ്മരണ ദിനത്തിൽ മുഖ്യാതിഥിയായി ക്ഷണിക്കുക, കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകുക, വരുന്ന വഴി പുരുഷഗാമി കാവാലം കുട്ടപ്പായുടെ അടുത്ത് പോയി അനുഗ്രഹം മേടിക്കുക, ഇതൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പ്രഥമ ഉമ്മൻചാണ്ടി പൊതുപ്രവർത്തക പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. അത് മറ്റാർക്കുമായിരുന്നില്ല, സ്വന്തം പാർട്ടിയുടെ തലവനായ സാക്ഷാൽ രാഹുൽ ഗാന്ധിക്ക് തന്നെ. പാർട്ടി അധ്യക്ഷന്റെ ലേബലിൽ ഗാർഹയുണ്ടെങ്കിലും അത് വെറുമൊരു റബ്ബർ സ്റ്റാമ്പാണ്. രാഹുലാണ് പാർട്ടിയുടെ നിലവിലെ പ്രധാനി എന്ന് ചാണ്ടിയുമ്മനൊഴികെ ബാക്കി എല്ലാവർക്കും അറിയാം. ആ രാഹുലിനാണ് പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ഏർപ്പെടുത്തിയത്. ചാണ്ടിയുമ്മ, നീ എന്ത് പണിയായി കാണിക്കുന്നത് എന്ന് ഉറപ്പായും ഉമ്മൻചാണ്ടി ചോദിച്ചിട്ടുണ്ടാവാം. ഒന്നുകിൽ അവാർഡ് കൊടുക്കുന്നവർക്ക് ബോധം വേണം, അല്ലെങ്കിൽ അത് ഏറ്റുവാങ്ങുന്നവർക്ക് ബോധം വേണം. സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവിൻ്റെ അനുസ്മരണാർത്ഥം മികച്ച പൊതുപ്രവർത്തകനെ ഏർപ്പെടുത്തിയ ഒരു അവാർഡ് ആ പാർട്ടിയുടെ തന്നെ പ്രധാനിക്ക് തന്നെ നൽകുക, മകൻ അപ്പന് മികച്ച അപ്പൻ അവാർഡ് പ്രഖ്യാപിക്കുന്നത് പോലെ ഈ രാജ്യത്തെ മികച്ച അപ്പൻ ഞങ്ങളുടെ അപ്പൻ. ഇനി എന്തിനാണ് ഈ അവാർഡ് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്നത് എന്ന ആ വിശദീകരണം കേൾക്കാം. ഭാരത് ജോഡോ യാത്ര നടത്തിയ പാർട്ടിയുടെ ദേശീയ നേതാവിന് അവാർഡ് നൽകുവാൻ ജൂറി തീരുമാനിച്ചത്രേ. 1 ലക്ഷം രൂപയും നേമം പുഷ്പരാജ് രൂപകൽപ്പന ചെയ്ത ശില്പവുമാണത്രേ പുരസ്കാരം. ഇനി നമുക്ക് ഈ കടുങ്കൈ ചെയ്ത ആ ജൂറികൾ ആരെല്ലാമാണെന്ന് നോക്കാം. ശശി തരൂർ MP ചെയർമാനും പെരുമ്പടവം ശ്രീധരൻ, ഡോക്ടർ MR തമ്പാൻ, ഡോക്ടർ അച്യുത് ശങ്കർ, ജോൺ മുണ്ടക്കയം എന്നിവർ അംഗങ്ങളായുള്ള ജഡ്ജിംഗ് കമ്മിറ്റിയാണത്രേ പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. ഇതിലെ ചില ജഡ്ജിംഗ് കമ്മിറ്റി അംഗങ്ങളോട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇത് ഞങ്ങളോടൊന്നും ആലോചിച്ചിട്ടല്ല പ്രഖ്യാപിച്ചത്, ചുമ്മാ ഞങ്ങളുടെ പേരൊക്കെ അങ്ങ് വെച്ചെന്നേ ഉള്ളൂ എന്നാണ്. പാർട്ടിയുടെ മുഖ്യൻ എന്ന നിലയ്ക്ക് ഇത്തരം ഗമ്മിക്കുകൾ ചെയ്യുക എന്നത് രാഹുലിൻ്റെ ഒരു കടമയല്ലേ? ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉടമയ്ക്ക് ആ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരൻ നന്നായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു അവാർഡ് കൊടുക്കുമോ? ബോധമുള്ളവർ ഇതൊക്കെ കണ്ട് ചിരിക്കില്ലേ? ഈ രാജ്യത്ത് എത്രയോ പൊതുപ്രവർത്തകരുണ്ട്. സ്വന്തം പാർട്ടിയുടെ തലവന് ഈ അവാർഡ് കൊടുക്കുന്നതിന് പകരം മറ്റൊരു അനുയോജ്യനായ വ്യക്തിക്ക് ഈ അവാർഡ് കൊടുത്തിരുന്നുവെങ്കിൽ അതിനൊരു മതിപ്പുണ്ടാകുമായിരുന്നില്ലേ? ഉമ്മൻചാണ്ടിയെ പോലെയുള്ള വ്യക്തികളുടെ പേരിൽ ഇമാതിരി കോമാളിത്തരം കാണിക്കുമ്പോൾ കുറച്ചുകൂടി
ശ്രദ്ധിക്കേണ്ടേ. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് അവാർഡ് ഏർപ്പെടുത്തിയ സ്ഥിതിക്ക് നമ്മുടെ വേണുഗോപാലിനും ഉസ്മാൻ രമേശിനും PC ജോർജിനും ഗണേശനും കൂടി ഒരു പ്രോത്സാഹന അവാർഡുകൾ ഏർപ്പെടുത്താമായിരുന്നു. എന്തായാലും രാഹുലിന് അവാർഡ് പ്രഖ്യാപിച്ച അടുത്ത ദിവസം തന്നെ ചാണ്ടി ഉമ്മന്റെ ദേശീയ യുവജന ഔട്ട്റീച്ച് സെൽ ചെയർമാൻ എന്ന പദവിയും എടുത്തുമാറ്റുകയുണ്ടായി. എന്തായാലും ചാണ്ടി ഉമ്മന്റെ ഗ്രാഫ് ഏതാണ്ട് താഴോട്ട് കൂപ്പുകുത്തുമ്പോഴായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തമുണ്ടാകുകയും ആ വിഷയത്തിൽ ചാണ്ടി ഉമ്മൻ കാര്യമായി ഇടപെട്ട് ഒരു പുതുജീവൻ ഉണ്ടാക്കുകയും ചെയ്തത് നല്ലത്. രാഹുൽ ഗാന്ധിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ പ്രാപ്തിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കണം ഇപ്രകാരം ഒരു അവാർഡ് രാഹുൽ ഏറ്റുവാങ്ങുന്നത് അല്പത്തരമാണ് എന്ന്. അത് ഉമ്മൻചാണ്ടിയുടെ 2ാം അനുസ്മരണ ചടങ്ങുകളുടെ പകിട്ട് കുറയ്ക്കും എന്ന്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.